ഈ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നവർക്ക് ഞാനിപ്പോൾ ഒരു ബിഗ് സല്യൂട്ട് തരുവാണ് കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത് ഞങ്ങളുടെ ബഹ്റൈൻ കാനായ അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിയാണ്. ഇത് കഴിഞ്ഞിപ്പോൾ ഒരു 3-4 ആഴ്ചയായി. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊന്ന് ഇടാൻ സമയം കിട്ടണത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല നാളെ ഞാൻ നാട്ടിൽ പോകുന്നുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എമർജൻസിയായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പരിപാടി നടന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ഇത്രയും താമസമായത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഉറക്കത്തിൽ എണീറ്റ് പൂക്കളം ഇടാനാട്ടോ വന്നത്. ജസ്റ്റ് കളം വരച്ച് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ള പ്ലാനിലാണ് പോയത്. എന്നാലാണല്ലോ നമുക്കൊക്കെ ഒരുങ്ങാനുള്ള സമയം കിട്ടുള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനും പദ്ധതികളെല്ലാം പൊട്ടി. മൊത്തം പൂക്കളം ഇടേണ്ട വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പൂക്കളത്തിന് മുന്നേ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് അന്നേരം എടുത്ത് എന്തായാലും നന്നായി. അതിനുള്ള കാരണം ഞാൻ പിന്നെ പറയാം. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി റെഡിയായി വന്നു. ഇതിൻ്റെ കല്യാണ സമയത്ത് മൈലാഞ്ചിക്ക് ഇട്ട ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി യൂണിഫോം ആയിരുന്നു. ഞങ്ങൾ എത്തിയത്തേനും കുറച്ച് ലേറ്റായി. അതെന്തായാലും നന്നായി. കാരണം പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കലാപരിപാടികൾ തുടങ്ങുമായിരുന്നു. എൻ്റെ ഒരാഴ്ചത്തെ പരിശീലനത്തിന് ശേഷം കേട്ടോ ഈ കുട്ടിപ്പട്ടാളങ്ങൾ സ്റ്റേജിൽ കയറിയത്. അതെ, ഞാനായിരുന്നു ഇവരുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. ഞാൻ ബഹ്റിൽ വന്നിട്ട് ആദ്യത്തെ ഒരു അസോസിയേഷൻ പരിപാടി കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ഇന്ന് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പരിപാടികളൊക്കെ ആസ്വദിക്കുന്നിടയിൽ നോക്കിയപ്പോൾ യൂണിഫോംകാരെല്ലാവരും കൂടി അവിടെ നല്ല ഓളം. പിന്നെ ഞാനും നൈസായിട്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരുടെ കൂടെ അങ്ങ് കൂടി. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികൾക്കൊക്കെ ശേഷം ഇവിടെ ബഹ്റിനിൽ തന്നെയുള്ളൊരു നാടൻ പാട്ട് ടീമിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് തുടങ്ങിയത്തേനും കസേരയിലിരുന്ന എല്ലാവരും അങ്ങ് കളത്തിലേക്ക് ഇറങ്ങി. പിന്നെ ഫുൾ ഡാൻസും പാട്ടും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ കൂടെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അങ്ങ് തുള്ളിക്കളിച്ച് ഞാനും നടന്നു. അങ്ങനെ ഒരു 1-2 മണിക്കൂർ എല്ലാവരും ഫുൾ എനർജിയിലായിരുന്നു കേട്ടോ. അടിച്ചു പോയി. പിന്നെ അതാ എല്ലാവരും കൂടി എന്നോട് പാട്ട് പാടാൻ പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ പാട്ടിന് ശേഷം സദ്യ കഴിക്കാൻ പോയിരുന്നു. അല്ല, ഇവിടെ കിടന്നിരുന്ന എൻ്റെ പൂക്കൾ എവിടെ പോയി? ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഫോട്ടോ എടുത്തത് നന്നായിന്ന്. പിന്നെ ഇവിടെ ഒരു നറുക്കെടുപ്പും സമ്മാനദാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു കസേര കളിയും പിള്ളേരുടെ കളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ തുള്ളിക്കളിച്ച് പോണ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അവസാനം ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. ചേടാ പാവം എൻ്റെ കൊച്ച്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ച് ഓണാഘോഷ പരിപാടി. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷം കണ്ടില്ലെങ്കിൽ അതുകൂടെ കാണണേ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്മസ് ആവാറായി, അതുകൊണ്ട് ഓണാശംസകൾ ഇനി ആർക്കും തരുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.